എപ്പിസ്കോപ്പസി പെന്തക്കോസ്തിനെ തകർക്കും. ഡ്രസ് കോഡ് ഇല്ലാതെ തന്നെ എപ്പിസ്കോപ്പസിയുടെ ആരവം പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളിൽ ശക്തമായി വേരോടി കഴിഞ്ഞിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ സ്വാഭാവിക പരിണിത ഫലം എന്നോണം എപ്പിസ്കോപ്പൽ ഡ്രസ് കോഡിനു വേണ്ടി ആർത്തിയോടെ ദാഹിക്കുന്ന പ്രവണതയും ഒളിഞ്ഞും തെളിഞ്ഞും ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് ആനുകാലിക വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത്. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ നിങ്ങളുടെ മുമ്പിൽ വരച്ചു കാണിച്ചിരിക്കെ നിങ്ങൾ ലോകമോഹങ്ങളുടെ വശീകരണ വലയത്തിൽപ്പെട്ട് സ്വയം മലിനമാക്കുന്നതെന്ത്? ഏതാനും ചില വ്യക്തികൾക്കെതിരെയല്ല ഞാൻ പ്രതികരിക്കുന്നത്. നേരെ മറിച്ച് ഇന്ന് ഉയർന്നു വരുന്ന അപകടകരമായ ചില പ്രവണതകൾക്കെതിരെയാണ്. എപ്പിസ്കോപ്പസി പ്രവണതകളെ ഉടൻ ചെറുത്തില്ലെങ്കിൽ അത് ഇന്നത്തെ പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിന്റെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടും. എപ്പിസ്കോപ്പസി പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൽ മൂല്യശോഷണം കൂട്ടും, വീണ്ടും ഛിന്നഭിന്നമാക്കും, പ്രസ്ഥാനത്തെ തളർത്തും, അലങ്കോലമാക്കും. ഈ പ്രവണത തടഞ്ഞില്ലെങ്കിൽ പെന്തക്കോസ്ത് പ്രസ്ഥാനം പെട്ടെന്ന് തന്നെ പാരമ്പര്യ സഭാ പ്രസ്ഥാനക്കടലിൽ ലയിച്ചു ചേരും. എപ്പിസ്കോപ്പസി പെന്തക്കോസ്ത് പ്രസ്ഥാനത്തെ തകർക്കും. വഴിതെറ്റിയ നേതാക്കൾക്ക് ചില ഭൗതിക നേട്ടങ്ങൾ കിട്ടിയേക്കും, പക്ഷേ വിശ്വാസികൾ പതിവ് പോലെ വഞ്ചിക്കപ്പെടും. ചരിത്രത്തിൽ സഭാപ്രസ്ഥാനങ്ങളെ ലോകത്തിന്റെ ശക്തികൾ വിഴുങ്ങിക്കളഞ്ഞതിന്റെ തനിയാവർത്തനം പെന്തക്കോസ്തിലും ഇന്ന് അരങ്ങേറുകയാണ്. പെന്തക്കോസ്ത് പ്രസ്ഥാനം എപ്പിസ്കോപ്പസിയിലേക്ക് മറിയുന്നത് തടയണം. സഭ വെറും സംഘടനയായി അധപ്പതിക്കുമ്പോൾ ദൈവവചനമെന്ന ചട്ടക്കൂടിനെ മാറ്റി നിർത്തിയിട്ട് തങ്ങളുടെ ഭരണഘടനയ്ക്കുള്ളിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. അങ്ങനെ ഏറ്റവും വലിയ നവീകരണ പ്രസ്ഥാനങ്ങളും ദുരാചാരങ്ങൾക്ക് അടിമപ്പെടുന്നു. എന്നാൽ ദൈവമക്കൾ ജാഗ്രതയോടെ പ്രാർത്ഥിക്കുകയും പരസ്പരം തിരുത്തുകയും ചെയ്താൽ ഒരു ശുദ്ധീകരണവും നവോത്ഥാനവും ദൈവം ഇവിടെ അയക്കും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല എന്നും. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്ന് ഞാൻ നിർണയിച്ചു എന്നുമൊക്കെയുള്ള ദൈവവചനത്തെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് എപ്പിസ്കോപ്പൽ പ്രവണതകൾ പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളിൽ ഇന്ന് രഥയോട്ടം നടത്തുന്നത്. യേശുക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഇങ്ങനെ സ്വയം താഴ്ത്തിയ യേശുവിന്റെ പേരിൽ സ്വയം ഉയർത്തുന്ന പരിപാടിയാണ് എപ്പിസ്കോപ്പസി. വേഷത്തിൽ മനുഷ്യനായി തീർന്ന ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിന്റെ ഭാവം എപ്പിസ്കോപ്പൽ ഡ്രസ് കോഡ് അണിഞ്ഞു നിൽക്കുന്നവരിൽ കാണാൻ കഴിയില്ല. സ്വർണമണിയാൻ പോലും തയ്യാറാകാതെ വേർപാടിന് വേണ്ടി നിന്നവർ എപ്പിസ്കോപ്പൽ വേഷങ്ങൾ അണിഞ്ഞ് പഴയ നിയമ പുരോഹിതരെ പോലെ നിൽക്കുന്നത് കാണുമ്പോൾ വൈരുദ്ധ്യങ്ങൾ വേഷം കെട്ടി നിൽക്കുന്നതായി തോന്നുന്നു. തങ്ങളിലുള്ള ക്രിസ്തുവിന്റെ സ്വരൂപത്തെ വിരൂപമാക്കുന്ന ഇത്തരം വേഷഭൂഷാദികൾ ദൈവമക്കൾക്ക് ഭൂഷണമല്ല. പരിശുദ്ധാത്മാവിന്റെ മന്ദിരമായ ശരീരത്തിന് യുക്തമായ വേഷമേ പാടുള്ളൂ. നേട്ടത്തിനും അംഗീകാരത്തിനും ആദരവിനും വിജയത്തിനും വേണ്ടിയുള്ള അടങ്ങാത്ത ദാഹമാണ് എപ്പിസ്കോപ്പസിക്ക് പിന്നിൽ. നാം ആയിരിക്കുന്ന പ്രസ്ഥാനത്തിന്റെ മൂല്യങ്ങളും കാഴ്ചപ്പാടുകളുമായി യോജിക്കാത്ത യൂണിഫോം സ്വീകരിക്കാതിരിക്കുന്നതാണ് ഉചിതം. ഒരേ സമയം രണ്ട് വ്യത്യസ്ത പ്രസ്ഥാനങ്ങളിലായിരുന്ന് അവസരോചിതമായി രണ്ട് ഡ്രസ് കോഡ് ഉപയോഗിക്കുക എന്നത് ഉചിതമല്ല, ക്രമമല്ല, ഇരട്ടത്താപ്പാണ്. ഇത്തരം പ്രവണതകൾ സാധാരണ വിശ്വാസികളുടെ ജീവിതത്തെയും മൂല്യങ്ങളെയും പലതരത്തിലും ബാധിക്കും. വ്യക്തിപൂജയുടെയും കുടുംബപൂജയുടെയും ലക്ഷണങ്ങൾ പലയളവിൽ പെന്തക്കോസ്തിലും ദർശിക്കാവുന്നതാണ്. ശുശ്രൂഷയിൽ ഉണ്ടാകുന്ന വിജയം പല നേതാക്കളെയും ചില തെറ്റിദ്ധാരണകളിലേക്ക് നയിക്കുന്നതായി കാണുന്നു. തങ്ങളുടെ ലക്ഷ്യം നല്ലതായതുകൊണ്ട് തങ്ങൾ ദൈവിക വ്യവസ്ഥയ്ക്ക് അതീതരാണ് എന്ന ചിന്ത അവരിലേക്ക് കടന്നു വരുന്നു. തങ്ങളുടെ ചില പ്രവൃത്തികളെ ദൈവം അനുഗ്രഹിച്ചതിനാൽ തങ്ങൾ ചെയ്യുന്നതെന്തും ദൈവം അംഗീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും എന്ന് അവർ തെറ്റിദ്ധരിക്കുന്നു.
അതിനാൽ ദൈവിക വ്യവസ്ഥകളെ വളച്ചൊടിക്കാനും തെറ്റായ വ്യാഖ്യാനങ്ങളെ ന്യായീകരിക്കാനും അവർ തുനിയുന്നു. ഇത് വളരെ അപകടമാണ്. ഈ ലോകത്തിന്റെ ആത്മാവിന്റെ ചട്ടക്കൂട്ടിനുള്ളിൽ ശുശ്രൂഷ നടത്തുന്നവർ തങ്ങളുടെ ലക്ഷ്യം നേടാൻ വേണ്ടി എന്തും ചെയ്യാം എന്ന നിലപാട് എടുത്തു തുടങ്ങും. വിജയം വരിക്കാൻ വേണ്ടി എന്തും ചെയ്യുക എന്നത് ലോകത്തിന്റെ സ്വഭാവമാണ്. ശരിയായ ലക്ഷ്യവും തെറ്റായ മാർഗവും അനേകരെ ബന്ധനത്തിലാക്കുന്നു. ലക്ഷ്യം നല്ലതാണെങ്കിലും അത് നേടിയെടുക്കാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ ദൈവികമല്ലെങ്കിൽ അപകടമാണ്. ദൈവിക ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായി ജഡത്തിന്റെ മാർഗം ഉപയോഗിക്കുന്നത് വലിയ അപകടമാണ്. ദൈവഹിതത്തിന് വിരുദ്ധമായ രീതിയിൽ നമുക്ക് ആകർഷകമായ കാര്യങ്ങൾ നമ്മെ കൊണ്ട് പ്രലോഭിപ്പിച്ച് ചെയ്യിക്കാൻ സാത്താൻ ശ്രമിക്കും. അപ്പോൾ ആ പാപത്തിന്റെ കൊളുത്തിൽ പിടിച്ച് നമ്മോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ സാത്താന് അവസരം ലഭിക്കും. ഈ ലോകത്തിന്റെ ആകർഷണങ്ങളിലൂടെ സാത്താൻ നമ്മെ വീഴിക്കും. അങ്ങനെ നാം പാപത്തിന് അടിമകളായി സാത്താന്റെ സ്വാധീന വലയത്തിൽ അകപ്പെട്ടു പോകാനുള്ള വഴി തെളിയും. ജീവിച്ചിരിക്കുന്ന മനുഷ്യരെയും മരിച്ച മനുഷ്യരെയും പുകഴ്ത്തുന്ന പ്രവണത വചനവിരുദ്ധവും അപകടകരവുമാണ്. പൗരോഹിത്യം, ഓർഡിനേഷനും കൈവയ്പും വഴിയുള്ള അപ്പസ്തോലിക പിന്തുടർച്ച, കുടുംബ പിന്തുടർച്ച എന്നീ പാരമ്പര്യങ്ങൾ പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളിലും വ്യാപിച്ചു തുടങ്ങിയിരിക്കുന്നു. കുടുംബ പിന്തുടർച്ചയ്ക്ക് ഏറ്റവും അനുകൂലമായ മേച്ചിൽപ്പുറം പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളാണെന്ന് തോന്നുന്നു. ശുശ്രൂഷ മേഖല ഒരു തൊഴിൽ മേഖലയായി അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് തോന്നിപ്പോകുന്നു. യേശുവുമായുള്ള ബന്ധത്തിനോ ദൈവിക ജ്ഞാനത്തിനോ അർഹമായ പ്രസക്തിയും പ്രാധാന്യവും കൊടുക്കാതെ വന്നിരിക്കുന്നു. ദൈവശാസ്ത്ര ഡിഗ്രികൾക്കും സ്ഥാനമാനങ്ങൾക്കും വേണ്ടിയുള്ള ആഗ്രഹം ശുശ്രൂഷാർത്ഥികളെ വിഴുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പെന്തക്കോസ്ത് ഓർഡിനേഷനും ഗ്രാജുവേഷനുമൊക്കെ പട്ടം കൊടുക്കലിന്റെയും പൗരോഹിത്യത്തിന്റെയും കറുത്ത നിറപ്പകിട്ട് ആർജിച്ചുകൊണ്ടിരിക്കുന്നു. പെന്തക്കോസ്തിലെ പൗരോഹിത്യ സംവിധാനത്തിൽ പ്രധാനമായും 3 തട്ടുകൾ കാണാവുന്നതാണ്. അതായത് ഓർഡിനേഷൻ ലഭിച്ച പാസ്റ്റർ അഥവാ റവറന്റ്, ഓർഡിനേഷൻ ലഭിക്കാത്ത ശുശ്രൂഷകൻ, സാധാരണ വിശ്വാസി. യേശുവിന്റെ ശിഷ്യർ പദവി സ്വീകരിക്കുന്നവരല്ല, ശുശ്രൂഷയ്ക്കായി പദവികളെ ഉപേക്ഷിക്കുന്നവരാണ് എന്ന് കാല് കഴുകിക്കൊണ്ട് യേശു വ്യക്തമാക്കി. നിങ്ങളിൽ ചെറിയവനും സേവകനുമാണ് നിങ്ങളിൽ വലിയവനെന്ന് യേശു വ്യക്തമാക്കി. അതിനാൽ തങ്ങളും ദാസരാണ് എന്ന് വരുത്തി തീർക്കാൻ ഇന്നത്തെ രാജകീയ മെത്രാന്മാർ ചിലപ്പോഴൊക്കെ പരിവാര സമേതം കാലുകഴുകൽ നടത്താറുണ്ട് എന്ന കാര്യം മറക്കാവതല്ല. ഈ ലോകത്തിലെ പ്രതാപം സാത്താന്റേതാണ് എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. യേശുവിന് ഭൗതികമായി യാതൊരു പദവിയും ഇല്ലാതിരുന്നതുകൊണ്ട് യേശുവിന്റെ ശിഷ്യർക്ക് ഭൗതിക പദവികളും സിംഹാസനങ്ങളും ആഗ്രഹിക്കാനോ അവകാശപ്പെടാനോ വ്യവസ്ഥയില്ല. ഇന്നത്തെ ഇത്തരം പുരോഹിതവർഗം വിശ്വാസികളുടെ പൗരോഹിത്യത്തെ മോഷ്ടിക്കുന്നു. പുരോഹിതരും പുരോഹിതരല്ലാത്തവരും അല്ലെങ്കിൽ ക്ലർജി, ലെയ്റ്റി തമ്മിലുള്ള കൃത്രിമ വിഭജനമാണ് എപ്പിസ്കോപ്പസയിലെ പൗരോഹിത്യത്തിന്റെ പ്രത്യേകത. എല്ലാ യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസികളും ദൈവത്തിന്റെ മക്കളും രാജകീയ പുരോഹിത വർഗവുമാണ്. ആ പദവിക്ക് ചേർന്ന ഉത്തരവാദിത്വവും അവകാശങ്ങളും എല്ലാ വിശ്വാസികൾക്കും ഉള്ളതാണ്. എന്നാൽ ചിലർ സാധാരണ വിശ്വാസികൾക്ക് മീതെ സ്വയം ഉയർത്തി തങ്ങൾ മറ്റു പലരെയും കാൾ മെച്ചപ്പെട്ടവരാണെന്ന ചിന്തയാൽ പുരോഹിതരെന്നും മഹാപുരോഹിതരെന്നും പദവി അവകാശപ്പെടുന്നത് കൊണ്ട് ബഹുഭൂരിപക്ഷം വിശ്വാസികളുടെയും യഥാർത്ഥ പദവിക്ക് കോട്ടം തട്ടുന്നു. ഇത്തരം പ്രൊഫഷണൽ പുരോഹിതർ തങ്ങൾ തന്നെ പുരോഹിതരുടെ ജോലി ചെയ്തു കൊള്ളാമെന്നും വിശ്വാസികൾ അത് ചെയ്യേണ്ടതില്ലെന്നും അർത്ഥമാക്കുന്നു. തന്മൂലം സാധാരണ വിശ്വാസികളിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്ന പുരോഹിത ശുശ്രൂഷ ചെയ്യാൻ അനേകർക്കും ഇന്ന് കഴിയുന്നില്ല. ചുരുക്കത്തിൽ ന്യൂനപക്ഷക്കാരായ ഇന്നത്തെ പുരോഹിതവർഗം ഭൂരിപക്ഷം വരുന്ന വിശ്വാസികളുടെ പുരോഹിത ദൗത്യത്തെ മോഷ്ടിക്കുന്നവരാണ്. അതിനാൽ പുരോഹിതരും പുരോഹിതരല്ലാത്തവരും എന്ന വിഭജനം വളരെ തിന്മ നിറഞ്ഞതാകുന്നു. എപ്പിസ്കോപ്പസിക്കാർ പുരോഹിതവർഗത്തിൽ പെടാത്തവരെ 2ാം തരക്കാരായി കാണുന്നു. ദൈവവുമായുള്ള ബന്ധത്തിൽ പുരോഹിതവർഗത്തെ ആശ്രയിക്കുന്നവർ അവരുടെ അടിമത്തത്തിൽ അകപ്പെട്ട് മുരടിച്ച് നശിക്കും. അതിനാൽ അവരിൽ നിന്ന് വിട്ടുമാറി നിന്ന് ദൈവവുമായി നേരിട്ട് ബന്ധപ്പെടുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.